ഈ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആളുകളെ ആർക്കെങ്കിലും ഇഷ്ടാവുമോ? ഇഷ്ടാവില്ലല്ലോ. അതും പെട്ടെന്ന് വെറുതെ അനാവശ്യമായിട്ടും കാര്യമില്ലാതെയും ഒക്കെ നമ്മളോടും മറ്റുള്ളവരോടൊക്കെ ദേഷ്യപ്പെടുന്ന ആളുകളെ നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അറിയേണ്ട മറ്റൊരു കാര്യമുണ്ട് കേട്ടോ. അവരുടെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടാവും. നമ്മൾ ആ ഒരു ദേഷ്യം എന്താണ് എന്ന് മനസ്സിലാക്കി അവരോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് അവരുടെ യഥാർത്ഥ സ്നേഹം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും അവിടെയാണ് നാം വിജയിച്ചിരിക്കുന്നത്. നമുക്ക് എത്ര വലിയ ദേഷ്യമുള്ള ആളുകളെയും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. എങ്ങനെയെന്നല്ലേ, അവരോട് കുറച്ച് സ്നേഹത്തോടും നല്ലൊരു സമീപനത്തോടും കൂടി അവരോട് കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ദേഷ്യം മാറ്റും. അവർക്ക് ചിലപ്പോൾ അവരുടെ സാഹചര്യം മൂലമാകാം അവർക്ക് ആ ഒരു സ്നേഹം എന്താണെന്ന് പ്രകടിപ്പിക്കാൻ പറ്റാതായത്. ചിലപ്പോൾ അവരുടെ ആ ജീവിതത്തിൽ നടന്നിട്ടില്ല പല പ്രശ്നങ്ങളുമായിരിക്കാം. പക്ഷേ ഏറ്റവും കൂടുതൽ സ്നേഹം അവരുടെ ഉള്ളിലുണ്ടാവും. അത് കണ്ടെത്തണം. കണ്ടെത്തുന്നിടത്താണ് നമ്മളുടെ വിജയം. ഓക്കെ, അപ്പം നിങ്ങൾക്കും ഇതുപോലെ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് തിരിച്ച് ദേഷ്യപ്പെടാതെ അവരോട് സ്നേഹത്തോട് തന്നെ സംസാരിക്കൂ. തീർച്ചയായിട്ടും അവർ നല്ലൊരു രീതിയിലേക്ക് തിരിച്ചു വരും. ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും അവർ കൈവിടില്ല. ആ സ്നേഹം മുറുകെ പിടിക്കുമ്പോൾ നല്ലതായിരിക്കും. നല്ലത് മാത്രമേ വരൂ. ഓക്കെ, എനിക്കും ഉണ്ടായിരുന്നു അങ്ങനെയുള്ളൊരു ദേഷ്യക്കാരൻ. പക്ഷേ ആളിപ്പോൾ സ്മാർട്ടാണ്. എന്തുകൊണ്ടാണെന്നറിയോ? അവരുടെ ജീവിതത്തിൽ അവർക്ക് അത്രയ്ക്കും കഠിനമായ എന്തോ ഒരു വിഷമം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവർ കാണുന്നതിനും തൊട്ടതിനും പിടിച്ചതിനൊക്കെ അവർക്ക് ദേഷ്യം വരുന്നത്. അപ്പോൾ നിങ്ങളും അവരെ ചേർത്ത് നിർത്തൂ കേട്ടോ. ഓക്കേ.